അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്: രാവിലെ ദിക്റുകൾ. പ്രഭാതം. ഒരു പുതിയ ദിവസം, ഒരു പുതിയ അവസരം. അല്ലാഹു നമുക്ക് വീണ്ടും ഒരു ദിവസം ജീവിക്കാൻ നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹം. ഈ ദിനം എങ്ങനെ തുടങ്ങുന്നു എന്നത് നമ്മുടെ മുഴുവൻ ദിവസത്തെയും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ചില ദിക്റുകൾ പ്രഭാതത്തിൽ പതിവാക്കുന്നത് ജീവിതത്തിൽ സമാധാനവും ബറക്കത്തും കൊണ്ടുവരും. ഒന്നാമത്തെ ദിക്റ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം. അർത്ഥം: അല്ലാഹുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നു. ഇത് ദിവസവും 100 പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടും, അത് കടലിലെ നുരയെപ്പോലെ കൂടുതലായാലും. ഒരു ചെറിയ ദിക്റ്, പക്ഷേ വലിയ പ്രതിഫലം. രണ്ടാമത്തെ ദിക്റ് അസ്തഗ്ഫിറുല്ലാഹി. അർത്ഥം: എന്റെ രക്ഷിതാവേ, എന്നെ ക്ഷമിക്കണമേ. ഇത് കൂടുതൽ പറയുക. കാരണം ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നീക്കും, റിസ്ക് ജീവനോപാധി വർദ്ധിപ്പിക്കും, മനസ്സിന് സമാധാനം നൽകും. പ്രതിദിനം 100 പ്രാവശ്യം എങ്കിലും പറഞ്ഞു നോക്കൂ. മൂന്നാമത്തെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹി. ഇത് ഏറ്റവും വലിയ ദിക്റാണ്. അർത്ഥം: അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായ ആരുമില്ല. ഇത് പറഞ്ഞാൽ ഹൃദയം ശുദ്ധമാകും, ഈമാൻ ശക്തമാകും, അല്ലാഹുവിനോട് അടുത്തുതീരും. നാലാമത്തെ ദിക്റ് ബിസ്മില്ലാഹില്ലദി പ്രഭാത ദുആ. അർത്ഥം: അല്ലാഹുവിന്റെ നാമത്തിൽ, അവന്റെ നാമം കൊണ്ട് ഭൂമിയിലും ആകാശത്തും ഒന്നും ദോഷം ചെയ്യില്ല. ഇത് 3 പ്രാവശ്യം രാവിലെ പറഞ്ഞാൽ ദിവസം മുഴുവൻ സുരക്ഷയുണ്ടാകും ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ ദിക്റ് റദീതു ബില്ലാഹി റബ്ബായി. അർത്ഥം: അല്ലാഹുവിനെ ഞാൻ എന്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നു. ഇത് 3 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു നമ്മോട് സന്തോഷപ്പെടും. ഫജർ നമസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന് ഈ ദിക്റുകൾ പതിവാക്കൂ. അവസാനം നമ്മൾ എല്ലാവരും ശ്രമിക്കാം ഇന്നു മുതൽ തന്നെ ഈ ദിക്റുകൾ പതിവാക്കാൻ. അല്ലാഹു നമ്മെ എല്ലാവരെയും ഈ നല്ല പ്രവൃത്തിയിൽ സ്ഥിരത നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ മാപ്പ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ആമീൻ.